പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി. തൂണുകളുടെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. വർഷങ്ങളായി നിർമ്മാണം ആരംഭിക്കാതെ കിടന്നിരുന്ന പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായത്. 3 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഇതിന്റെ ഭാഗമായുള്ള ഭൂമിക്കടിയിലേക്ക് തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. തൂണുകളുടെ പ്രവർത്തികൾ കഴിഞ്ഞാൽ തറ നിർമ്മാണം ആരംഭിക്കും. സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങിയതോടെയാണ് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായത്. 3 നിലകളിലായി 12,000 സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിക്കാനാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. 4,000 സ്ക്വയർ ഫീറ്റിലാണ് ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മിക്കുക. നാഷണൽ ആയുഷ് മിഷന്റെ 1 കോടി രൂപയും നഗരസഭയുടെ 1.25 കോടി രൂപയും ചിലവഴിച്ചാണ് താഴത്തെ നില നിർമ്മിക്കുന്നത്. 4 OP റൂം, റിസപ്ഷൻ റൂം, ഫാർമസി, മെഡിസിൻ റൂം, കിച്ചൺ, വെയിറ്റിംഗ് ഏരിയ, ടോയ്ലറ്റ് സൗകര്യം എന്നിവ താഴത്തെ നിലയിൽ സജ്ജീകരിക്കും. മുകൾ നിലകളിൽ 20 ബെഡ് സംവിധാനമുള്ള വാർഡ്, പഞ്ചകർമ്മ തെറാപ്പി, നഴ്സിംഗ് റൂം, കോൺഫറൻസ് റൂം എന്നിവയും നിർമ്മിക്കും. ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെ ഒരേ സമയം നടക്കും. വിശാലമായ പാർക്കിംഗ് സൗകര്യവും സജ്ജമാക്കും. 9 മാസം കൊണ്ട് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ. കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 2 വർഷം മുമ്പ് ആശുപത്രി സംവിധാനം താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് ഏറെ വൈകിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കാനായത്. മലപ്പുറം ജില്ലയിലെ തീരദേശത്തുള്ള ഏക സർക്കാർ ആയുർവേദ ആശുപത്രിയായ പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയെ ചാവക്കാട് മുതൽ തിരൂർ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്നുണ്ട്. ഏറെ സ്ഥല പരിമിതികൾക്കിടയിലാണ് നിലവിൽ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. PGTV ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.